Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ഫർഗെറ്റിംഗ് ആണ്. അപ്പോൾ ദിസ് ഈസ് റിലേറ്റഡ് ടു മെമ്മറി. ഫർഗെറ്റിംഗ് എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഫർഗെറ്റിംഗ്, അതാണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്ന് പറയുന്നത് ഫർഗെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ലോസ് ഓഫ് ഇൻഫർമേഷൻ ആണ് വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ആ ലോങ് ടേം മെമ്മറി. നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള മെമ്മറിയുടെ പാർഷ്യൽ ലോസ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ്റെ കംപ്ലീറ്റ് ലോസിനെയാണ് നമ്മൾ ഫർഗെറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. It is also a failure to retrieve information from long-term memory. Long-term മെമ്മറിയിലുള്ള ഒരു ഇൻഫർമേഷനെ റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഫെയിലിയറിനെയും നമ്മൾ ഫർഗെറ്റിംഗ് എന്ന് പറയും. എന്താണ് ഫർഗെറ്റിംഗ്? പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലോസ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ആ ലോങ് ടേം മെമ്മറി, അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലുള്ള ഇൻഫർമേഷനെ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ റിട്രീവലിലുള്ള ഫെയിലിയറിനെയും നമ്മൾ ഫർഗെറ്റിംഗ് എന്ന് നമ്മൾ പറയും. This happens due to lack of attention. Some information does not reach short-term memory from the sensory register, or due to inadequate encoding and rehearsal, the information may not have been transferred from short-term to long-term memory. എന്തുകൊണ്ടാണ് ഈ ഒരു ഫർഗെറ്റിംഗ് സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ ലാക്ക് ഓഫ് അറ്റൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷോർട്ട് ടേം മെമ്മറിയിലേ എത്തിയിട്ടില്ല. ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാലല്ലേ അതിന് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിലെ ഇത് എത്തിയിട്ടില്ല ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻഎഡിക്വേറ്റ് ആയിട്ടുള്ള എൻകോഡിങ് അല്ലെങ്കിൽ റിഹേഴ്സൽ കാരണമായിരിക്കാം. ഇവിടെ എൻകോഡിങ് ശരിക്കും നടന്നിട്ടില്ല, അല്ലെങ്കിൽ റിഹേഴ്സൽ ശരിക്കും നടന്നിട്ടില്ല. റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 + 1 = 2. പക്ഷേ ഇത് നമ്മൾ ഒറ്റയടിക്ക് വായിച്ചിട്ട് എനിക്കറിയാം 1 + 1 = 2 എന്നല്ലല്ലോ നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് 1 + 1 = 2, 1 + 1 = 2 എന്ന് ഉറങ്ങുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും ഒക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താണ് നമ്മളൊരു കാര്യം പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബേസിക് അഡിഷൻ പഠിച്ചത്. അപ്പോൾ ഇവിടെ റിഹേഴ്സലും ഇമ്പോർട്ടൻ്റ് ആണ്, സോ ദാറ്റ് വി ഡോണ്ട് ഫർഗെറ്റ് സംതിങ്. അപ്പോൾ റിഹേഴ്സലും ഇൻഅഡിക്വേറ്റ് ആയതുകൊണ്ട് ഫർഗെറ്റിംഗ് ക്യാൻ ഒക്കർ. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ റിഹേഴ്സലും എൻകോഡിങ്ങും പ്രോപ്പർലി നടന്നില്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ആവില്ല. ലോങ് ടേം മെമ്മറിയിൽ ട്രാൻസ്ഫർ ആയാൽ മാത്രമേ നമുക്കത് റിട്രീവ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഫർമേഷൻ വാസ് നോട്ട് സ്റ്റോർഡ് ഇൻ ദ ലോങ് ടേം മെമ്മറി ബിക്കോസ് റിഹേഴ്സൽ വാസ് നോട്ട് sufficiently elaborate. റിഹേഴ്സൽ ഇലാബറേറ്റ് അല്ലാത്തപ്പോഴും ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ ചില കാര്യങ്ങൾ സ്റ്റോർ ആവില്ല. ഇപ്പോൾ ചില സമയത്ത് എക്സാമിന് മുമ്പ് നമ്മൾ പറയില്ല, അയ്യോ ഞാൻ പഠിച്ചതാണ് പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റിഹേഴ്സൽ അഡിക്വേറ്റ്ലി നടന്നിട്ടില്ല. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുറേ തവണ വായിച്ച് കുറേ തവണ എഴുതി പഠിച്ച് കാണത്തില്ല, കുറേ തവണ ഒന്ന് വായിച്ച് വിട്ട് കാണും, ആൻഡ് യു തിങ്ക് ദാറ്റ് യു വിൽ റിമെമ്പർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വേഗ് ഐഡിയ കാണും ജസ്റ്റിനെ പറ്റി, പക്ഷേ എക്സാക്ട്ലി എന്താണെന്ന് ഓർമ്മ കാണില്ല, ബിക്കോസ് റിഹേഴ്സൽ ഇവിടെ അഡിക്വേറ്റ് അല്ല. സോ ഇവിടെ ഫർഗെറ്റിംഗ് ഒക്കർ ചെയ്യും. പിന്നെ വരുന്നത് തിയറീസ് ഓഫ് ഫർഗെറ്റിംഗ് ആണ്. ബേസിക്കലി തിയറീസ് ഏതൊക്കെയാണ്? ഇൻ്റർഫറൻസ് തിയറി ഉണ്ട്, റിട്രീവൽ തിയറി ഉണ്ട്, പിന്നെ വരുന്നത് DECAY തിയറി ഉണ്ട്, മോട്ടിവേറ്റഡ് ഫർഗെറ്റിംഗ് തിയറി ഉണ്ട്. ഇങ്ങനെ 4 തിയറീസ് ഓഫ് ഫർഗെറ്റിംഗ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പല ആൾക്കാർ ഫർഗെറ്റിങ്ങിന് പിന്നിലുള്ള റീസണൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ശ്രമിച്ച് വന്ന 4 തിയറീസാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം എന്ന് പറയുന്നത് ഇൻ്റർഫിറൻസ് തിയറി ഓഫ് ഫർഗെറ്റിംഗ് ആണ്. നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഫർഗെറ്റിംഗ് എന്ന് പറയുന്നത് ഫർഗെറ്റിംഗ് ഈസ് കോസ്ഡ് ബൈ ഇൻ്റർഫിയറൻസ്. ഇൻ്റർഫിയറൻസ് കാരണമാണ് ഫർഗെറ്റിംഗ് ഒക്കർ ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കൺസെപ്ച്വലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഒറിജിനലി ലേൺഡ് മെറ്റീരിയൽസ് കനോട്ട് ബി റീപ്രൊഡ്യൂസ്ഡ്. ഒറിജിനലി ലേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ദേ ആർ ഫർഗോട്ടൺ ബിക്കോസ് ഇൻ ദ മീൻ വൈൽ ന്യൂ റെസ്പോൺസസ് ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ഓൾഡ് സ്റ്റിമുലൈ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഫർഗോട്ടൺ ആവുന്നത് എന്തുകൊണ്ടാണ്? കാരണം പുതിയ റെസ്പോൺസസ് പഴയ സ്റ്റിമുലൈയുമായിട്ട് അസോസിയേറ്റഡ് ആവുന്നു. അതായത് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ പഴയ ഒരു കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. ഇതിനെയാണ് ഇൻ്റർഫറൻസ് തിയറി. പുതിയ ഇൻഫർമേഷൻ പഴയതുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദേ ആർ ഫർഗോട്ടൺ ഇൻ ദ മീൻ വൈൽ. എന്തുകൊണ്ടാണ്? ന്യൂ റെസ്പോൺസസ് ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ഓൾഡ് സ്റ്റിമുലൈ. ഓൾഡ് സ്റ്റിമുലൈയുമായിട്ട് ന്യൂ റെസ്പോൺസസ് അസോസിയേറ്റഡ് ആവുന്നു. ഇവിടെ ദീസ് സബ്സിക്വൻ്റ്ലി ലേൺഡ് റെസ്പോൺസസ് ഇൻ്റർഫിയർ വിത്ത് ദ റീകോൾ ഓഫ് ദ ഓൾഡ് വൺസ്. ഓൾഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഓൾഡ് ഇൻഫർമേഷൻ റീകോൾ ചെയ്യുന്നതിൽ ഈ സബ്സിക്വൻ്റ്ലി പുതിയതായിട്ട് പഠിച്ച റെസ്പോൺസസ് ഇൻ്റർഫിയർ ചെയ്യുന്നു. സോ ഇവിടെ പുതിയ റെസ്പോൺസസ് ഇൻ്റർഫിയർ ചെയ്യുവാണ് പഴയ റെസ്പോൺസസ് റീകോൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്നത്.
ആൻഡ് ഫൊഗറ്റിംഗ് ഈസ് ഡ്യൂ ടു സബ്സിക്വൻറ്റ് ലേണിംഗ് ഓഫ് ന്യൂ മെറ്റീരിയൽസ്. ഇവിടെ ഇൻ്റർഫിയറൻസ് തിയറി പറയുന്നത് എന്താണ്? ഫൊഗറ്റിംഗ് ഒക്കർ ചെയ്യുന്നത് പുതിയ കാര്യം പഠിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഇവിടെ ഇൻ്റർഫിയറൻസ് തിയറി പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഞാനൊരു ലിസ്റ്റ് തരുക, അതിലൊരു 20 വാക്കുകളുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ് ഈ 20 വാക്കും ഒന്ന് നോക്കി വിടുക, 20 വാക്കുകളും ഒന്ന് ലേൺ ചെയ്യുക എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞ് ഞാൻ അടുത്തൊരു ലിസ്റ്റ് ഓഫ് 20 വേർഡ്സ് തരും. എന്നിട്ട് ഞാൻ പറയും ആ ഒരു 20 വേർഡ്സും ഒന്ന് പഠിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും ആദ്യത്തെ ലിസ്റ്റിലെ വാക്കുകളൊന്ന് പറഞ്ഞേ എന്ന് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്കത് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഐറണി ആണെങ്കിലും ഇറ്റ് ഈസ് ബിക്കോസ് യു ലേൺ സംതിങ് ന്യൂ. പുതിയൊരു ലിസ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റ് പഠിച്ചത് കൊണ്ടാണ് ആദ്യത്തെ ലിസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത്. ഇതാണ് ഇൻ്റർഫിയറൻസ് തിയറി ഓഫ് ഫൊഗറ്റിംഗ് എന്ന് നിങ്ങൾ പറയുന്നത്. പിന്നെ വരുന്നത് ഈ ഇൻ്റർഫിയറൻസ് തിയറി ഓഫ് ഫൊഗറ്റിംഗ് എന്ന് പറയുന്നത് മൈറ്റ് ബെസ്റ്റ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ തിയറി ഓഫ് കൺഫ്യൂഷൻ. ഇതിനെ തിയറി ഓഫ് കൺഫ്യൂഷൻ എന്നും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ ആൻ ഇൻഡിവിജ്വൽ ഹാസ് ലേൺഡ് ന്യൂമറസ് റെസ്പോൺസസ് ആൻഡ് ഗെറ്റ്സ് ദം മിക്സ്ഡ് അപ്പ്. എന്തുകൊണ്ടാണ് ഇത് തിയറി ഓഫ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്? കാരണം ഇവിടെ ഇൻഡിവിജ്വൽ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചു, പക്ഷേ ന്യൂമറസ് റെസ്പോൺസസ് പഠിച്ചത് കൊണ്ട് ഇത് തമ്മിൽ കൺഫ്യൂഷൻ വരികയാണ്. അതുകൊണ്ടാണ് ഇതിനെ തിയറി ഓഫ് കൺഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്ന റിട്രീവൽ ഫെയിലിയർ തിയറിയാണ്. ഇത് ആ നെയിമിൽ തന്നെയുണ്ട്, റിട്രീവൽ ഫെയിലിയർ തിയറി. ഇവിടെ a situation where memories are there but can't be accessed gives rise to retrieval failure theory. ഇവിടെ മെമ്മറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ റിട്രീവ് ചെയ്യാൻ തക്കവണ്ണം ഇല്ല, നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല, അതിലൊരു ഫെയിലിയർ ഉണ്ട്. അതിനെയാണ് റിട്രീവൽ ഫെയിലിയർ തിയറി എന്ന് നമ്മൾ പറയുന്നത്. മെമ്മറി അവിടെ ഉണ്ട് ബട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെയാണ് റിട്രീവൽ ഫെയിലിയർ തിയറി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ബേസിക് റീസൺ ഫോർ ദിസ് ഫെയിലിയർ ഇൻ മെമ്മറി റിട്രീവൽ ആർ റിലേറ്റഡ് ടു എൻകോഡിംഗ് ഫെയിലിയേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് റിട്രീവൽ ക്യൂ. റിട്രീവൽ ക്യൂവിൻ്റെ ലാക്കും എൻകോഡിങ്ങിൽ വന്ന ഫെയിലിയേഴ്സും കാരണമായിരിക്കും ഇവിടെ റിട്രീവൽ ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത്. എന്താണ് ഈ എൻകോഡിങ്? നമ്മുടെ ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇൻഅഡിക്വസി വന്നാൽ റിട്രീവൽ ഫെയിലിയർ നടക്കും. അതേസമയം റിട്രീവൽ ക്യൂ ഇല്ലാത്തപ്പോഴും റിട്രീവൽ ഫെയിലിയർ നടക്കും. ഇവിടെ main reason behind failing to remember the information is that information never entered into the long term in the first place. ഇവിടെ ഒരു മെയിൻ റീസൺ പറയുന്നത് ലോങ് ടേമിൽ മെമ്മറി ആദ്യമേ എൻറ്റർ പോലും ചെയ്തിട്ടില്ല ടു ആക്സസ് എന്നുള്ളതാണ്. ചിലത് ഷോർട്ട് ടേമിൽ വെച്ച് തന്നെ വാനിഷ് ആയി പോകും ബിക്കോസ് ദർ ഇസ് നോ റിഹേഴ്സൽ. അപ്പോൾ ദിസ് ഹാസ് നെവർ എൻറ്റർഡ് ദ ലോങ് ടേം മെമ്മറി ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നുള്ളതും ഒരു മെയിൻ റീസൺ ആവാം. അല്ലാതുള്ള മെയിൻ റീസൺ എന്താണ്? എൻകോഡിങ് ഫെയിലിയറും ലാക്ക് ഓഫ് റിട്രീവൽ ക്യൂസും ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ടൾവിങ് 1974 റിസർച്ചേഴ്സ് സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇൻഫർമേഷൻ ആക്ച്വലി നമ്മുടെ മെമ്മറിയിൽ പ്രസൻ്റ് ആണ് ബട്ട് ഇറ്റ് കാൺറ്റ് ബി റെക്കോൾഡ് അൺലെസ് റിട്രീവൽ ക്യൂസ് ആ പ്രസൻറ്റ്. റിട്രീവൽ ക്യൂസ് ഇല്ലാത്തടത്തോളം കാലം ചിലപ്പോൾ നമുക്ക് മെമ്മറീസ് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. മെമ്മറീസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ റിട്രീവൽ ക്യൂസ് ഇല്ലെങ്കിൽ അത് റിട്രീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ടൾവിങ്ങിനെ പോലെയുള്ള റിസർച്ചേഴ്സ് പറഞ്ഞത്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ആണ് ദാറ്റ് വർ പ്രസൻറ്റ് അറ്റ് ദ ടൈം വെൻ ദി ആക്ച്വൽ മെമ്മറി വാസ് എൻകോഡഡ്. ആക്ച്വൽ മെമ്മറി എൻകോഡ് ചെയ്ത സമയത്തുണ്ടായിരുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ ക്യൂ അല്ലെങ്കിൽ റിട്രീവൽ ക്യൂ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ലാക്ക് അല്ലെങ്കിൽ റിട്രീവൽ ക്യൂവിൽ വരുന്ന ലാക്ക് കാരണം അല്ലെങ്കിൽ റിട്രീവൽ ക്യൂവിൻ്റെ ആബ്സെൻസ് കാരണം ചിലപ്പോൾ നമുക്കൊരു കാര്യം ഓർത്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും, എക്സാമിൻ്റെ സമയത്ത് ചിലപ്പോൾ അഡ്വൈസ് ചെയ്യും ദാറ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചൂയിങ് ഗം ചൂ ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റൻ്റ്ലി ചൂ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പെർട്ടിക്കുലർ ഫ്ലേവർ ആയിക്കോട്ടെ, മേ ബി നിങ്ങൾക്ക് ഇഷ്ടം സ്ട്രോബെറി ഫ്ലേവർ ചൂയിങ് ഗം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഗം ചൂ ചെയ്തുകൊണ്ട് പഠിക്കുക. പിന്നെ എക്സാം എഴുതുന്ന സമയത്തും നിങ്ങൾ ഈ ഗം ചൂ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ റിട്രീവൽ ക്യൂ അല്ലെങ്കിൽ ഈ ഒരു എലിമെൻറ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കും വാട്ട് യു സ്റ്റഡീഡ് എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇതൊരു റിട്രീവൽ ക്യൂ ആയിട്ട് വർക്ക് ചെയ്യും ടു റിട്രീവ് വാട്ട് വാസ് സ്റ്റോർഡ് ഇൻ യുവർ മെമ്മറി വാട്ട് എവർ യു സ്റ്റഡീഡ് അല്ലെങ്കിൽ വാട്ട് എവർ ഇൻഫർമേഷൻ യു ഡിഡ് ഫോർ ദ എക്സാം. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റിട്രീവൽ ക്യൂവിനെ പറ്റിയാണ്. അപ്പോൾ റിട്രീവൽ ക്യൂ ഇല്ലാത്തപ്പോഴും റിട്രീവൽ ഫെയിലിയർ തിയറി നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നത് DECAY തിയറി ഓഫ് ഫൊഗറ്റിംഗ് ആണ്. ഇതൊരു തിയറി ഓഫ് ഫൊഗറ്റിംഗ് ആണ്. ഇത് റെഫർ ചെയ്തത് ലോസ് ഓഫ് മെമ്മറി ഓവർ ടൈമാണ്. സമയം പോകുന്തോറും ലോസ് ഓഫ് മെമ്മറി നടക്കുന്നതിനെയാണ് DECAY മെമ്മറി തിയറി അല്ലെങ്കിൽ DECAY തിയറി ഓഫ് ഫൊഗറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്.
ഇവിടെ ന്യൂറോൺസ് ആർ ആക്ടിവേറ്റഡ് വെൻ ആൻ ഇൻഫർമേഷൻ എൻറ്റേഴ്സ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലൊരു ഇൻഫർമേഷൻ എൻ്റർ ചെയ്യുമ്പോൾ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവുകയാണ്. ആൻഡ് ദോസ് മെമ്മറീസ് സ്റ്റേ ഇൻ അവർ ഹെഡ്സ് ആസ് ലോങ് ആസ് ദ ന്യൂറോൺസ് ആർ ആക്റ്റീവ്. ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവുന്നിടത്തോളം കാലമായിരിക്കും ആ മെമ്മറീസ് നമ്മുടെ ഹെഡിൽ സ്റ്റേ ചെയ്യുന്നത്. സോ എന്താണ് സംഭവിക്കുന്നത്? ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവുകയാണ് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ എൻറ്റർ ചെയ്യുമ്പോൾ. ആൻഡ് ഇത് എപ്പോഴൊക്കെയാണ് ഈ മെമ്മറി നമ്മുടെ ഹെഡിൽ എപ്പോൾ വരെയാണ് സ്റ്റേ ചെയ്യുന്നത്? ന്യൂറോൺസ് ആക്റ്റീവ് ആയിരിക്കുന്ന കാലം വരെയാണ് ഈ മെമ്മറി നമ്മുടെ മനസ്സിൽ സ്റ്റേ ചെയ്യുന്നത്. ആൻഡ് ഫ്രീക്വൻറ്റ് റീകോൾ ഓഫ് ദി ഇൻഫർമേഷൻ ആൻഡ് റിഹേഴ്സൽ ആർ 2 ways to keep the neurons active. ഈ ന്യൂറോൺസിനെ എങ്ങനെ ആക്റ്റീവായിട്ട് വെക്കാം? നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റീകോൾ ചെയ്തുകൊണ്ടിരിക്കണം ഇൻഫർമേഷനെ. ഇപ്പം നമ്മൾ മാത്സിൻ്റെ ബേസിക്സ് എന്തുകൊണ്ടായിരിക്കും നമ്മൾ മറക്കാത്തത്? നമ്മൾ ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കും, നമ്മൾ ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കും, ബേസിക്സ് ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കും. ഇതുകൊണ്ടാണ് നമ്മൾ ബേസിക്സ് മറന്നു പോകാത്തത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ആ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രൂ റിഹേഴ്സൽ ആൻഡ് റീകോൾ. അല്ലാതെ ആ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കാത്തൊരു സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഓർക്കത്തില്ല. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ പഠിച്ച ഒരു 4-5 ഫോർമുലാസ് എന്നോടൊന്ന് പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ മിക്കവർക്കും ചിലപ്പോൾ ഓർമ്മ കാണില്ല. കാരണം നമ്മളത് പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളിത് റീകോൾ ചെയ്തിട്ടില്ല, പിന്നെ റിഹേഴ്സൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ആലോചിച്ചൊന്നും നോക്കിയിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാസേജ് ഓഫ് ടൈമിൽ ന്യൂറോൺസ് ആക്റ്റീവ് ആവുമ്പോൾ മെമ്മറി കാണും, ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ ആ മെമ്മറി അവിടെ കാണില്ല, ഫേഡായി പോകും, അല്ലെങ്കിൽ ഡീകേ ആയി പോകും എന്നുള്ളതാണ് ഡീകേ തിയറി ഓഫ് ഫർഗെറ്റിംഗ് പറയുന്നത്. ഇവിടെ ഇഫ് ദി ആക്ടിവേഷൻ ഇസ് നോട്ട് മെയിൻറ്റെയിൻഡ് മെമ്മറി ഫേഡ്സ് ആൻഡ് ഡീക്കേഡ്സ്. അതുകൊണ്ടാണ് ഇതിനെ ഡീകേ തിയറി എന്നും പറയുന്നത്. ഫേഡും ഡീകേ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഡീകേ തിയറി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇറ്റ് സജസ്റ്റ് ദാറ്റ് മെമ്മറീസ് ആർ ലൈക്ക് ട്രേസസ്. മെമ്മറീസ് ട്രേസസ് പോലെയാണെന്നാണ് ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത്. ദ മെമ്മറീസ് വി മേക്ക് ലീവ് ട്രേസസ് ഓൺ ആ ബ്രെയിൻ. നമ്മൾ മേക്ക് ചെയ്യുന്ന മെമ്മറീസ് നമ്മുടെ ബ്രെയിനിൽ ട്രേസസ് ലീവ് ചെയ്യും എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് മോട്ടിവേറ്റഡ് ഫർഗെറ്റിംഗ് തിയറിയാണ്. മോട്ടിവേറ്റഡ് ഫർഗെറ്റിംഗ് തിയറി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. ഇത് അറൈസ് ചെയ്തത് ഏർലി തിയറീസ് ഓഫ് സൈക്കോളജിയിൽ നിന്നാണ്. മോട്ടിവേറ്റഡ് തിയറി അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ഫർഗെറ്റിംഗ് തിയറി അറൈസ് ചെയ്തത്. ഇറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് റിപ്രസ്ഡ് മെമ്മറീസ് ഓഫ് മെനി സൈക്കോളജിസ്റ്റ്. പല സൈക്കോളജിസ്റ്റിൻ്റെ റിപ്രസ്ഡ് മെമ്മറീസുമായിട്ട് അസോസിയേറ്റഡ് ആവാം ഈ ഒരു തിയറി എന്ന് നമ്മൾ പറയുന്നു. ഇവിടെ മോട്ടിവേറ്റഡ് ഫർഗെറ്റിംഗ് തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഫിയറൻസ് കാരണവും ലാക്ക് ഓഫ് കൺസോളിഡേഷൻ കാരണവും അല്ല ഫർഗെറ്റിംഗ് ഒക്കർ ചെയ്യുന്നത്. ഫർഗെറ്റിംഗ് ഒക്കർ ചെയ്യുന്നത് ഇസ് ബിക്കോസ് വി ആർ മോട്ടിവേറ്റഡ് ടു ഡൂ സോ. നമ്മൾ മോട്ടിവേറ്റഡ് ആണ് ടു ഫർഗെറ്റ് സംതിങ്, അതുകൊണ്ടാണ് ഫർഗെറ്റിംഗ് ഒക്കർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ മോട്ടിവേറ്റഡ് ഫർഗെറ്റിംഗ് തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇൻ്റർഫിയറൻസ് കാരണമോ റിട്രീവൽ ക്യൂ ഇല്ലാത്തത് കാരണമോ ഒന്നുമല്ല ഇവിടെ ഫർഗെറ്റിംഗ് നടക്കുന്നത് നമ്മുടെ മോട്ടിവേഷൻ കാരണമാണ്. വി ആർ മോട്ടിവേറ്റഡ് ടു ഫർഗെറ്റ് എന്നുള്ളതാണ് ഇവിടെ ഈ തിയറി പറയുന്നത്. ഇപ്പോൾ സം എക്സ്പീരിയൻസസ് ഓഫ് മെമ്മറീസ് ആർ സോ പെയിൻഫുൾ ഓർ upsetting that thinking about them would produce overwhelming anxiety. They are therefore repressed and consequently become inaccessible. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ നമുക്ക് അസസ് ചെയ്യാൻ ആഗ്രഹമില്ല. കാരണം അങ്ങനത്തെ ചില തോട്ട്സ് അല്ലെങ്കിൽ ചില ഇൻസിഡൻസ് നമുക്ക് വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളത് റിപ്രസ് ചെയ്ത് പയ്യെ എന്താ സംഭവിക്കുന്നത്? അത് ഇന്നാക്സസിബിളായി മാറുകയാണ്. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ വേ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ആർ ഫീലിങ്സ് ആണ്. ഇത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, കുഞ്ഞു ക്ലാസ്സുകളിൽ ബുള്ളി ചെയ്യപ്പെട്ട ഒരു കൊച്ച് ഇപ്പോൾ ആ കുട്ടീനെ അടുത്ത് പറയാണ്, ഓ യു ആർ വെരി ഫാറ്റ്, ഓർ ലുക്സിനെ പറ്റി പറയാണ്. അങ്ങനെ ഒരു കുട്ടീനെ ബുള്ളി ചെയ്യുവാണെങ്കിൽ ആ ബുള്ളിയിങ് ക്യാൻ കോസ് ട്രോമ, ഒരു സർട്ടൻ ട്രോമ അല്ലെങ്കിൽ ഒരു സർട്ടൻ സൈക്കോളജിക്കൽ എഫക്റ്റ് ഈ കുട്ടിക്ക് ആ ഒരു ബുള്ളിങ് കാരണം ഉണ്ടാവാം. അപ്പോൾ ഇപ്പോൾ ആ ബുള്ളിങ് ആലോചിക്കുമ്പോൾ ഒരു അൺപ്ലസൻറ്റ്
ഫീലിംഗ് ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കാരണം ആ കുട്ടി എന്ത് ചെയ്യും, ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു മെമ്മറി റിപ്രസ് ചെയ്യും. റിപ്രസ് ചെയ്ത് അത് ഇന്നാക്സസിബിളായി മാറും. യു കനോട്ട് ആക്സസ് ഇറ്റ്. ദിസ് ഈസ് ദ വേ ഓഫ് ആർ ബ്രെയിൻ ഓർ ആർ മൈൻഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇറ്റ്. ഇതൊരു ഡിഫെൻസ് മെക്കാനിസമാണ്. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഡിഫെൻസ് മെക്കാനിസമാണ് ടു പ്രൊട്ടക്റ്റ് അസ് ഫ്രം അൺപ്ലസൻറ്റ് ഫീലിങ്സ്. ഇതാണ് മോട്ടിവേറ്റഡ് ഫൊർഗെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. വി ആർ മോട്ടിവേറ്റഡ് ടു ഫൊർഗെറ്റ് സംതിങ്. ഇവിടെ ആ ചൈൽഡ് മോട്ടിവേറ്റഡ് ആണ് ടു ഫൊർഗെറ്റ് സംതിങ് സോ അൺപ്ലസൻറ്റ്. പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്, പക്ഷേ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് ആർക്കും വലിയ താല്പര്യമുള്ള കാര്യമല്ല. സോ ഇവിടെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൊർഗെറ്റ് ചെയ്യാൻ വി ആർ മോട്ടിവേറ്റഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു റിസൾട്ടായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ നോട്ട് ഏബിൾ ടു റിമെമ്പർ ഓർ റിട്രീവ് ദ മെമ്മറി ഈവൻ ഇഫ് വി ട്രൈ ടു റിമെമ്പർ. ഇങ്ങനെ റിപ്രസ് ചെയ്ത് നമ്മൾ ഓർക്കാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടില്ല എന്നാണ് ഇവിടെ റിപ്രസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് നമ്മൾ പറയുന്നത്. ഇനി once the emotional tension associated with the memory has been released, the memory can be retrieved. എന്തെങ്കിലും ഇമോഷണൽ ടെൻഷൻ കാണുമല്ലോ ഈ മെമ്മറിയോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇമോഷണൽ ടെൻഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെമ്മറി റിട്രീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ബുള്ളീഡ് കേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇമോഷണൽ ടെൻഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിയർ ആയിരിക്കാം, ചിലപ്പോൾ ആൻസൈറ്റി ആയിരിക്കാം, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കാം. ഈ ഇമോഷണൽ ടെൻഷൻ അല്ലെങ്കിൽ ഈ ഇമോഷണൽ ആയിട്ടുള്ള സ്കാറിങ് അസോസിയേറ്റഡ് വിത്ത് ദ മെമ്മറി നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെമ്മറി റിട്രീവ് ചെയ്യാൻ പറ്റും. ഇവിടെ റിട്രീവൽ യൂഷ്വലി ഒക്കേഴ്സ് ഡ്യൂറിങ് തെറപ്പിയുടെ സമയത്താണ് യൂഷ്വലി റിട്രീവൽ ഒക്കർ ചെയ്യുന്നത്. ഇവിടെ there is plenty of evidence that many trauma victims don't have full memories of traumatic events. Many sufferers of post-traumatic stress disorder experience significant memory loss. പല എവിഡൻസും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രോമയിൽ കൂടെ പോയിട്ടുള്ള പല ഇൻഡിവിജ്വൽസും ദേ ഡോണ്ട് റിമെമ്പർ ദ ഇൻസിഡൻസ്. അവർ ആഗ്രഹിക്കാൻ അതല്ലെങ്കിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ദേ ഡോണ്ട് റിമെമ്പർ ഇറ്റ് കംപ്ലീറ്റ്ലി. ഒന്നെങ്കിൽ മൊത്തമായിട്ട് അവർ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും പല പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും അവർക്ക് ഓർമ്മയില്ല. ഇത് ട്രോമ വിക്ടിംസ് ഫേസ് ചെയ്യുന്ന ഒരു ഫൊർഗെറ്റിംഗ് ആണ്. ദിസ് ഇസ് ആർ മൈൻഡ്സ് വേ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ആർ ബ്രെയിൻ ഓർ പ്രൊട്ടക്റ്റിംഗ് ആർ ഫീലിങ്സ്. ഇതൊരു ഡിഫെൻസ് മെക്കാനിസം പോലെയാണ്. യൂഷ്വലി ഇത് തെറപ്പിയിൽ ഇതിൻ്റെ റിട്രീവൽ നടക്കും, ഇതിൻ്റെ ഒരു റിലീസും നടക്കും, ആ ഇമോഷണൽ ഡിസ്ട്രെസ്സിൻ്റെ റിലീസും നടക്കും. ഇനി നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ള സഫറേഴ്സിനെ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ട്രോമ എന്ന് പറയുമ്പോൾ ട്രോമ കഴിഞ്ഞ് ഇവിടെ ഒരു ഡിസോർഡർ വരികയാണ്. വാട്ട് ഹാപ്പൻസ്, ട്രോമ കഴിഞ്ഞും അതിൽ നിന്ന് നമുക്ക് ദർ ഇസ് നോ എസ്കേപ്പ്. പീപ്പിൾ ആർ സ്റ്റിൽ എഫക്റ്റഡ് ആൻഡ് ഹോണ്ടഡ് ബൈ വാട്ട് ഹാപ്പൻഡ്. ആ ട്രോമയാലെ ഹോണ്ടഡ് ആണ്. അപ്പോൾ അങ്ങനെ PTSD ഉള്ള സഫറേഴ്സിനും എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻറ്റ് മെമ്മറി ലോസ് ഉണ്ട്. എന്തിനെ റിഗാർഡ് ചെയ്ത്, ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയല്ല, പക്ഷെ നടന്ന ട്രോമേനെ റിഗാർഡ് ചെയ്ത് ഇവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെമ്മറി ലോസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഫൊർഗെറ്റിംഗ് ആണ് കണ്ടത്. എന്താണ് ഫൊർഗെറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു സോ മച്ച്.